വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് വയനാട് സന്ദർശിക്കും. രാവിലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് അദ്ദേഹം സന്ദർശിക്കും. നേരത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മാറ്റിവെച്ച സന്ദർശനത്തിനാണ് ഗവർണർ ഒരുങ്ങുന്നത്. ബംഗളൂരുവിൽ നിന്നുള്ള സിആർപിഎഫിന്റെ പ്രത്യേക VIP സുരക്ഷയും അദ്ദേഹത്തിന് ഒരുക്കിയിട്ടുണ്ട്. 41 സുരക്ഷാ ഉദ്യോഗസ്ഥരാകും ഗവർണർക്കൊപ്പം ഡ്യൂട്ടിയിലുണ്ടാവുക. വന്യജീവി ആക്രമണങ്ങളെ വകുപ്പ് മന്ത്രി നിസാരവൽക്കരിച്ചതിനിടയിലാണ് ഗവർണറുടെ സന്ദർശനം. വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിതല സംഘം ഇന്ന് വയനാട്ടിലേക്ക് എത്തും. നാളെയാണ് മന്ത്രിതല സംഘം എത്തുക. മന്ത്രിമാരായ കെ രാജൻ, AK ശശീന്ദ്രൻ, MB രാജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് വയനാട് സന്ദർശിക്കുക. ഇവരുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ വയനാട്ടിൽ യോഗം ചേരും. വയനാട് ജില്ലയിലെ തദ്ദേശ ജനപ്രതിനിധികളടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. വയനാട്ടിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചു. വനസംരക്ഷണ സമിതി ജീവനക്കാരനെ കാട്ടാന കൊലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് നടപടി. വിവരങ്ങളുമായി ജിൻസ് തോട്ടുംകര ചേരുകയാണ്. ജിൻസ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെയാണ് വയനാട്ടിൽ വനവകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം തന്നെ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കുറുവ, അതുപോലെ തന്നെ സൂചിപ്പാറ എന്നീ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെടും. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുറക്കില്ല എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ വന സംരക്ഷണ സമിതി ജീവനക്കാരനായിട്ടുള്ള പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് എന്തായാലും ഈ നടപടി ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും അതേസമയം തന്നെ ഇപ്പോൾ മാനന്തവാടി ആളക്കൊല്ലിക്കട് കാട്ടാനയ്ക്കായുള്ള മയക്കുവെടി വെക്കാനുള്ള ദൗത്യവും ഇന്ന് 9ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ കർണാടക വനമേഖലയിലായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്നത്തെ സിഗ്നൽ അനുസരിച്ച് ആന തിരിച്ച് കേരളത്തിലേക്ക് എത്തി എന്നുള്ളതാണ് വിവരം. ഒപ്പം തന്നെ ഈ മോഴയാനയുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു മോഴയാന ഇല്ല എന്നും വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ന് തന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. അതെ ജിൻസ്, അതായത് ഈ ആനയ്ക്കായുള്ള ബേലൂർ മഗ്നയ്ക്കായുള്ള തെരച്ചിൽ 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് വനംവകുപ്പ് എടുത്തിട്ടുള്ളത്? എങ്ങനെയാണ് വനംവകുപ്പിന്റെ ഒരു ആലോചന? അതിന്റെ ഒരു വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ രാവിലെ മുതൽ ഈ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ഒരു മയക്കുവെടി സംഘം ഈ ബാവലി കാടിനുള്ളിൽ നിലയുറപ്പിച്ചിരുന്നു. പക്ഷേ ഈ ആന കർണാടക വനമേഖലയിലേക്ക് പോവുകയായിരുന്നു. ഈ കേരളത്തിലേക്ക് തിരികെ വരാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് കേരള അതിർത്തിയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെ വീണ്ടും നീങ്ങുകയായിരുന്നു ചെയ്തത്. എന്തായാലും നിലവിൽ ഈ മോഴയാനയ്ക്കൊപ്പം മറ്റൊരു മോഴയാനയോടെ ഉണ്ടായിരുന്നു. ആ മോഴയാന ഇല്ല എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ഈ ആന കൂടുതൽ അക്രമകാരി അയാൾ ഈ പൊന്തക്കാടുകൾ നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ ഈ ദൗത്യം സങ്കീർണമാകുന്ന ഒരു സ്ഥിതിയും കൂടിയുണ്ട്. എന്തായാലും ഇന്ന് ഇത് കേരളത്തിലേക്ക് വരും എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പുള്ളത്. അതേസമയം തന്നെ ഇതിനെ സാഹചര്യവും സന്ദർഭവും ഒത്തുവന്നാൽ ഇന്ന് തന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. ജിൻസ, അതേസമയം തന്നെ ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട്ടിലേക്ക് എത്തുകയാണ്. കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് സന്ദർശിക്കും. അദ്ദേഹം എത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ അതെങ്ങനെയാണ്? നിലവിൽ 10:30യോടുകൂടിയാണ് ഈ മരിച്ച വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വീടുകൾ ഈ ഗവർണർ സന്ദർശിക്കുക. എന്തായാലും ആദ്യം പടമല അജീഷിന്റെ വീടായിരിക്കും സന്ദർശിക്കുക. അതിനുശേഷമായിരിക്കും ഈ പോളിന്റെ വീടും പിന്നെ അതുപോലെ തന്നെ പാക്കം കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ശരത്തിന്റെ വീടും അതുപോലെ തന്നെ വാഗേരിയിലെ മുടക്കൊല്ലിയിലുള്ള പ്രജീഷിന്റെ വീടും സന്ദർശിക്കുക. എന്തായാലും ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് സുരക്ഷാ പ്രശ്നം കാരണമായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തേണ്ട ഗവർണറുടെ സന്ദർശനം മാറ്റിവെച്ചത്. എന്തായാലും നിലവിൽ വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് ഇവിടെ സുരക്ഷകൾ ഒരുക്കിയിരിക്കുന്നത്. Z+ സുരക്ഷ ഒരുക്കാൻ ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ 41 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഈ ഗവർണറുടെ ഡ്യൂട്ടിക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ജിൻസ, ഒരു കാര്യം കൂടി, അതായത് ഈ മന്ത്രിമാരുടെ സംഘം കൂടി നാളെ വയനാട്ടിലേക്ക് എത്തുകയാണ്. ഈ അജീഷിന്റെ കൊലപാതകത്തിന് പിന്നാലെ തന്നെ ഈ
വനംവകുപ്പ് മന്ത്രി അവിടേക്ക് എത്തിയില്ല എന്നുള്ള വലിയൊരു പരാതി അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു. വലിയ പ്രതിഷേധമാണ്, ജനരോഷം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ മന്ത്രിതല സംഘം അദ്ദേഹത്തിനോടൊപ്പം AK ശശീന്ദ്രനൊപ്പം K രാജനും MP രാജേഷ് കൂടി എത്തുകയാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം? മന്ത്രിമാർ എത്തുമ്പോൾ ഏത് തരത്തിൽ ആണ്? വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? എങ്ങനെയാണ് അതിന്റെ വിശദാംശങ്ങൾ കൂടി? തീർച്ചയായും ഇത്തരത്തിൽ തുടർച്ചയായി വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുന്നതിനോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ കടക്കുന്നതിന് വനം വകുപ്പ് മന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ കഴിഞ്ഞില്ല എന്നുള്ള ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട്ടിൽ കണ്ടതാണ്. വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് AK ശശീന്ദ്രൻ. എന്നിട്ട് പോലും ഈ ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും മറ്റുള്ള ജില്ലകളിൽ നിന്നും ഈ നിർദ്ദേശങ്ങൾ നൽകുക മാത്രമല്ലാതെ ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചില്ല, അവരെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നത യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ചുകൊണ്ടാണ് റവന്യൂ, അതുപോലെ തന്നെ വനം വകുപ്പും തദ്ദേശ ഭരണ വകുപ്പും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ നാളെ യോഗം ചേരുക. എന്തായാലും ജില്ലയിലെ എല്ലാ തദ്ദേശ ജനപ്രതിനിധികൾ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലായിരിക്കും ഈ യോഗം നടക്കുക. എന്തായാലും വലിയ പ്രതിഷേധവും നാളെ അരങ്ങേറാൻ സാധ്യതയുണ്ട്. ശരി, ജിൻസ് ആണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.